പശ്ചിമ ബംഗാൾ രാഷ്ട്രീയത്തിൽ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത കാഴ്ച. തൃണമൂൽ കോൺഗ്രസിൻ്റെ കരുത്തനായ നേതാവ് അഭിഷേക് ബാനർജിക്ക് സ്വന്തം മണ്ഡലത്തിൽ വെച്ച് കല്ലേറും ചെരുപ്പേറും കിട്ടുന്നു. ഹെൽമെറ്റ് ധരിച്ച് കീറിയ ഷർട്ടുമായി അദ്ദേഹം ഓടി രക്ഷപ്പെടുന്ന ദൃശ്യങ്ങൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയാകുകയാണ്. ഒരു വിഭാഗം ആളുകൾ ഇതിനെ കർമ്മബലം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ ആക്രമണം ഇത്ര വലിയ രീതിയിൽ ചർച്ചയാകുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. സോനാൻപൂരിൽ തെരഞ്ഞെടുപ്പിന് ശേഷം കൊല്ലപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തകരുടെ കുടുംബങ്ങളെ സന്ദർശിക്കാൻ എത്തിയതായിരുന്നു അഭിഷേക് ബാനർജി. എന്നാൽ അവിടെ അദ്ദേഹത്തെ കാത്തിരുന്നത് രോഷാകുലരായ ജനക്കൂട്ടമായിരുന്നു. കള്ളൻ എന്ന് വിളിച്ചുകൊണ്ട് അവർ അദ്ദേഹത്തെ കല്ലുകളും മുട്ടകളും ചെരുപ്പുകളും കൊണ്ട് വരവേറ്റു. അദ്ദേഹത്തിന് നേരെ അവർ അത് എറിഞ്ഞു. കഴിഞ്ഞ 15 വർഷത്തോളമായി ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭരണത്തിൽ അസ്വസ്ഥരായ സാധാരണ പൗരന്മാരും പ്രതിപക്ഷ പ്രവർത്തകരും അനുഭവിച്ച ക്രൂരമായ രാഷ്ട്രീയ ആക്രമണങ്ങളുടെയും കൊൽക്കത്തയിലെ സ്കൂൾ ജോബ് സ്കാം, കൽക്കരി കുംഭകോണം തുടങ്ങിയ അഴിമതികളുടെയും ഒരു മറുപടിയായിട്ടാണ് ജനം ഇതിനെ കാണുന്നത്. ഈ ആക്രമണം നടന്നപ്പോൾ പലരും ഓർത്തത് 2020 BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദയുടെ വാഹന വ്യൂഹത്തിന് നേരെ നടന്ന ആക്രമണത്തെക്കുറിച്ചാണ്. അന്ന് അഭിഷേക് ബാനർജി ഒരു പ്രതികരണം നടത്തിയിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ജനരോഷം മാത്രമാണ് സംഭവിച്ചിരിക്കുന്നത്. നഡ്ഡ ഡയമണ്ട് ഹാർബറിൽ വെച്ച് കുടുങ്ങിയെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ജനങ്ങളുടെ രോഷമാണ്, അതിന് ഞാൻ ഉത്തരവാദിയല്ല എന്നായിരുന്നു അന്ന് അഭിഷേക് ബാനർജി പറഞ്ഞത്. ഇന്ന് അതേ ജനരോഷം തനിക്ക് നേരെ വന്നപ്പോൾ അത് BJPയുടെ ഗൂഢാലോചനയാണെന്ന് TMC ആരോപിക്കുന്നു. കേന്ദ്രമന്ത്രിയായിരുന്ന V മുരളീധരൻ, നിഷിത് പ്രണായിക്, സുഭാഷ് സർക്കാർ എന്നിവർക്ക് ബംഗാളിൽ വെച്ച് തൃണമൂൽ കോൺഗ്രസ് ഗുണ്ടകളുടെ ആക്രമണം നേരിടേണ്ടി വന്നിട്ടുണ്ട്. നിഷിത് പ്രണായിക്കിനെ ഒന്നിൽ കൂടുതൽ വട്ടം ആക്രമിച്ചിട്ടുണ്ട്. മുൻപ് BJP പ്രസിഡന്റായിരുന്ന ദിലീപ് ഘോഷിനെ പലവട്ടം ആക്രമിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി, BJP നേതാക്കളായ ലോക്കറ്റ് ചാറ്റർജി തുടങ്ങിയവരും ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. തിരഞ്ഞെടുപ്പിൽ നിന്ന സ്ഥാനാർത്ഥികൾ പലരും പലവട്ടം ആക്രമിക്കപ്പെട്ടു. കല്ലേറ് കൊള്ളാത്തവരിൽ ആരും BJPയിൽ ഇല്ല എന്നതായിരുന്നു ഒരു സമയത്തെ അവസ്ഥ. ഇതെല്ലാം പോരാത്തതിന് 300-ലധികം BJP പ്രവർത്തകരും കൊല്ലപ്പെട്ടു. നിരവധി പേരെ മർദ്ദിച്ച് നിലംപരിശാക്കി. സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്നു. അഭിഷേക് ബാനർജിയുടെ നേതൃത്വത്തിൽ മമതാ ബാനർജിയുടെ അനുഗ്രഹാശസ്സുകളുടെ തൃണമൂൽ ഗുണ്ടകൾ നടത്തിയ ആക്രമണങ്ങളുടെ ഒരു ചെറിയ ലിസ്റ്റ് മാത്രമാണ് കേട്ടോ ഞാനിപ്പോൾ പറഞ്ഞത്. തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് BJP പ്രവർത്തകരോട് അഭിഷേക് ബാനർജി നടത്തിയ പ്രസംഗം ഇതിനകം തന്നെ വലിയ രീതിയിൽ ചർച്ചയാകുകയാണ്. കഴിഞ്ഞ തവണ നിങ്ങളെ ഞാൻ വെറുതെ വിട്ടു. മെയ് 4-ന് ശേഷം ഡൽഹിയിൽ നിന്ന് അങ്ങയുടെ അച്ഛൻ വന്നാലും നിങ്ങളെ രക്ഷിക്കാൻ കഴിയില്ല, അന്ന് കാണാം എന്ന അദ്ദേഹത്തിൻ്റെ ഭീഷണി അദ്ദേഹത്തിന് നേരെ ആയുധമായി മാറിയിരിക്കുന്നു. 2022 BJP MLA-മാർക്ക് നേരെ പരിഹാസവുമായി അഭിഷേക് തന്നെ സോഷ്യൽ മീഡിയയിൽ കുറിച്ച വാക്കാണ്: കർമ്മയ്ക്ക് മെനു ഇല്ല, നിങ്ങൾ അർഹിക്കുന്നത് നിങ്ങൾക്ക് ലഭിക്കും. ഇന്ന് അഭിഷേകിന് നേരെ കല്ലേറുണ്ടായപ്പോൾ അതേ വാചകം ഉദ്ധരിച്ചാണ് BJP പ്രവർത്തകർ തിരിച്ചടിക്കുന്നത്. തങ്ങൾ കർമ്മയിൽ വിശ്വസിക്കുമ്പോൾ BJP മതം ഉപയോഗിച്ച് രാഷ്ട്രീയം കളിക്കുന്നു എന്നായിരുന്നു അഭിഷേകിൻ്റെ പതിവ് ആരോപണം. എന്നാൽ ഇന്ന് ജനരോഷം അദ്ദേഹത്തിന് നേരെ തിരിഞ്ഞപ്പോൾ അദ്ദേഹം എപ്പോഴും സംസാരിച്ചിരുന്ന കർമ്മം അദ്ദേഹത്തെ തേടിയെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് വിമർശകരുടെ പ്രധാനപ്പെട്ട പരിഹാസം. ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. അവിടെ ആർക്കും നേരെ ആക്രമണം ഉണ്ടാകുന്നത് ന്യായീകരിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല. എന്നാൽ ഒരു നേതാവ് ജനങ്ങൾക്ക് നേരെ കാണിച്ച അഹങ്കാരത്തിനും ഭരണകൂടത്തിനെതിരെ നടത്തിയ ആക്രമണങ്ങൾക്കും ജനം തന്നെ നൽകിയ മറുപടിയായിട്ടാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഈ ആക്രമണത്തെ കാണുന്നത്. BJP നേതാക്കൾ ഇതിനെ കർമ്മബലമെന്നും ജനങ്ങൾ നൽകിയ റിട്ടേൺ ഗിഫ്റ്റ് എന്നും വിശേഷിപ്പിക്കുന്നു.